അമ്മയെയും അനിയനെയും കണ്ട അനീഷ് ആക്ടിവിറ്റി ഏരിയയിൽ മുഖം പൊത്തിപ്പിടിച്ച് നിലത്ത് കിടന്ന് കരയുകയാണ്. അനീഷിൻ്റെ മാനസികാവസ്ഥ എന്താണെന്ന് നമുക്ക് ഇവിടെ നിന്ന് പറയാൻ പറ്റില്ല. അത് കാരണമാണ് അനീഷിന് കൊടുത്ത ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പോലും പറ്റാത്തത്. അതിൻ്റെ ഒരു വിഷമം കൊണ്ടും കൂടിയാണ് അനീഷ് അത്രയും അവിടെ ആക്ടിവിറ്റി ഏരിയയിൽ കിടന്ന് കരയുന്നത്. അനീഷിനോട് അമ്മയോടും അനിയനെയും കാണാൻ വേണ്ടി വീടിനകത്തേക്ക് കയറി പോകാൻ പറഞ്ഞു. പക്ഷേ അനീഷിന് പോകാൻ പറ്റിയില്ല. ആക്ടിവിറ്റി ഏരിയയിൽ അനീഷ് സത്യം പറഞ്ഞാൽ തളർന്നിരുന്ന് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ കിടന്നു പോയി. അപ്പോൾ ബിഗ് ബോസ് തന്നെ പറഞ്ഞു അനിയനോടും അമ്മയോടും ആക്ടിവിറ്റി ഏരിയയിലേക്ക് ചെന്നോളാൻ. അങ്ങനെ അവർ കയറി വരുന്ന സമയത്തും അനീഷാണെങ്കിൽ മുഖം പൊത്തിപ്പിടിച്ച് നിലത്ത് കിടക്കുകയാണ്. അനീഷിന് പെട്ടെന്ന് അവരെ ഫേസ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അനിയനാണെങ്കിൽ ഓടി ചെന്ന് അനീഷിനെ എഴുന്നേൽപ്പിക്കുന്നുണ്ട്. എണീക്കടാ എന്ന് പറഞ്ഞ് അനീഷിനെ എണീപ്പിക്കുന്നു. അങ്ങനെ അവർ രണ്ടുപേരും അവർ 3 പേരും കൂടെ വീടിനകത്തേക്ക് കയറി ചെല്ലുന്നു. എന്നിട്ടും ഒരു 5 മിനിറ്റ് 10 മിനിറ്റത്തേക്ക് അനീഷിന് കിളിയില്ലായിരുന്നു കേട്ടോ. അത് നമുക്ക് അനീഷിനെ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം. അത് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അനീഷ് ഓക്കെയായി. അനീഷ് വീട്ടുകാരെ എല്ലാവരെയും പരിചയപ്പെടുത്തുന്നു. ഷാനവാസിൻ്റെ കൊച്ചിനെ കൊണ്ട് അവിടെ വീടിന് ചുറ്റും കറങ്ങി കാണിക്കുന്നു. അങ്ങനെ ഇപ്പോൾ നിലവിൽ ഫുൾ കളറായിട്ടിരിക്കുകയാണ്. ഉടൻ തന്നെ ഇനി നൂബിനും ബിന്നിയുടെ ഹസ്ബൻഡായി നൂബിനും കയറുന്നതായിരിക്കും. ബിന്നിയുടെ ഹസ്ബൻഡ് ലൈവിൽ കയറുമ്പോൾ തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാം. അതൊക്കെ കാണുന്നതിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.